കക്ഷിയെ അത്രയ്ക്കങ്ങ് മനസ്സിലായില്ല അല്ലേ? ഇവനാണ് ക്ലാർനെറ്റ്. ആള് യൂറോപ്പിനാണ്. നമ്മുടെ നാട്ടിൽ ട്രൂപ്പൊക്കെ ഉണ്ടെങ്കിലും വായിക്കാൻ അറിയുന്നവർ കുറവാണ്. അതുകൊണ്ട് തന്നെ കലോത്സവത്തിൽ മത്സരിക്കാനും 1-2 പേരുണ്ടാവും. പക്ഷെ മത്സരിക്കേണ്ടത് ബ്യൂഗിളുമൊത്താണ്. നമ്മുടെ ആ ബാൻഡ് മേളത്തിലൊക്കെയുള്ള ബ്യൂഗിളെ. ബ്യൂഗിൾ എന്ന് പറയുന്നതിന് 5 നോട്ട്സുകളാകെ. അത് നമ്മുടെ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് അത് മാറുന്നതാണ്. ഇതെന്ന് ക്ലാരിനെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പല ബട്ടൺസ് ഉപയോഗിച്ച് വായിക്കുന്നതല്ല. അന്നേരം രണ്ടിനും വേറെ വേറെ സൗണ്ടാണ് വരുന്നത്. ഈ ക്ലാർനെറ്റ് പഠിച്ചെടുക്കാനും പ്രയാസമാണ്. എൻ്റെ ഫസ്റ്റ് സ്വരം കേൾപ്പിക്കാൻ 2 മാസം എടുത്തു. എൻ്റെ അമ്മയുടെ ആങ്ങളമാരും അപ്പൻ്റെ അമ്മാവന്മാരൊക്കെ സ്വന്തമായിട്ട് ബാൻഡ് സെറ്റ് ഉള്ളവരാണ്. അപ്പം അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കേട്ടിട്ട് നമുക്കിത് പരിചയമുള്ള സാധനം തന്നെയാണ്. എന്നാലോ കേൾക്കാൻ രസം ക്ലാർനെറ്റ് അല്ലേ? അല്ലേ? ഈ മാർക്കിടാനെത്തുന്നവർ മിക്കവാറും ബ്യൂഗിളിൻ്റെ ആശാന്മാരാണെങ്കിൽ ക്ലാർനെറ്റുകാർ നോക്കേ വേണ്ട. എ ഗ്രേഡ് എങ്ങാനും കിട്ടിയാലായി. ചേടാ, എന്നാലും ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കിയ എന്തിനാണെന്ന് മാത്രം എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടിട്ടില്ല. വിപിനീഷിനൊപ്പം ജെ മുഹാജിർ, ടീം മീഡിയ 1, കണ്ണൂർ.